ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് മക്കളൊക്കെ പോയതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വാഷ് ബേസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതാണ്. പിന്നെ ഈ ഒരു വാഷ് ബേസ് ഡെയിലി യൂസ് ചെയ്യാത്ത കാരണം അങ്ങനെ ഡെയിലി ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരലില്ല. പുറത്ത് വാഷ് ബേസ് ഉള്ള കാരണം മക്കളൊക്കെ അവിടെ തന്നെയാണ് യൂസ് ചെയ്യൽ. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കൊന്നതുപോലെ നല്ലോണം ഒന്ന് ക്ലീൻ ആക്കും. വാഷ് ബേസ് ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു തുണി വെച്ചിട്ട് അതിൻ്റെ ഉള്ളും പുറവും ഒക്കെ ഡ്രൈ ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ടാപ്പും കാര്യങ്ങളൊക്കെ തുടച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ പാടും കാര്യങ്ങളൊന്നും അതിൻ്റെ പുറത്തുണ്ടാവില്ല, നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ ക്ലോത്ത് അങ്ങനെ മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇതാ വാഷ് ഏരിയയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ആയിക്കണേ. ഇനിയിപ്പോൾ ഡൈനിങ് ടേബിളും കൂടി ഒന്ന് തുടക്കാണ്ടായിരുന്നു. നമ്മൾ ഡെയിലി യൂസ് ചെയ്തിട്ടില്ലെങ്കിലും പൊടിയും കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അത് തുടച്ചിട്ടില്ലെങ്കിൽ കാണാനൊരു വൃത്തികേടാണ്. അപ്പോൾ അതും അങ്ങനെ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വന്നതാണ്. അപ്പം ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ചപ്പോൾ ഞാൻ അങ്ങനെ റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിരിക്കണ്. ഇനിയിപ്പോൾ ഇന്ന് മീനും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ടുള്ള കുറച്ച് കൂട്ടാനുകളും കാര്യങ്ങളുമാണ്. അപ്പോൾ കറിയായിട്ട് കുമ്പളങ്ങ മോര് കറിയാണ്. അപ്പോൾ അത് വേഗം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. കുമ്പളങ്ങ ഞാൻ കുക്കറിൽ അങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പോട്ടൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് തേങ്ങയും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു കയ്പ്പൊക്കെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊന്ന് മുളകിടാന്ന് വിചാരിച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ കയ്പ്പൊക്കെ മുളകിടാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കണം. അതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തതും ഇഞ്ചി കട്ട് ചെയ്തതും പിന്നെ 2-3 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിരിക്കണേ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കയ്പ്പക്കയും ചേർത്ത് കൊടുത്തിരിക്കണേ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് ആ ഒരു കയ്പ്പൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വരണം കേട്ടോ. നമ്മൾ പുളിയിഞ്ചിയൊക്കെ ഇടലുണ്ടല്ലോ മുളക് കൊണ്ടൊക്കെ, അതുപോലൊരു സംഭവമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു കയ്പ്പൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞ് വരണം. ഇനിയിപ്പോൾ അതൊന്ന് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഉണക്കലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മസാല തേച്ചും കൂടിയും വെക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു ചമ്മന്തിയും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പിടി ചെറിയുള്ളി എടുത്തിക്കണേ. പിന്നെ 2-3 പച്ചമുളക്, പിന്നെ നമ്മളെ ചീനമുളക് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അതാണ് നല്ല ടേസ്റ്റ് ഈ ഒരു ചമ്മന്തിക്ക്. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ടെടുത്തിക്കണേ. പിന്നെ ഈ ഒരു വലുപ്പത്തിൽ പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതൊന്ന് അരച്ചോണ്ടിരട്ടെ. അപ്പോൾ ഈ ഒരു ഇതിലാണ് കേട്ടോ അരയേണ്ടത്. നല്ലോണം പേസ്റ്റായിട്ട് അരയേണ്ട, ഈ ഒരു അളവിലാണ് അരയേണ്ടത്. ചെറുതായിട്ട് ഇങ്ങനെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം. പിന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് പച്ച വെളിച്ചെണ്ണയാണ്. 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അടിപൊളിയൊരു ചമ്മന്തിയാണ് കേട്ടോ. ചീനമുളകും കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട, ഇത് മാത്രം മതി ചോറ് തിന്നാൻ. അടിപൊളിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇപ്പോൾ കയ്പ്പൊക്കെ നല്ലോണം വെന്ത് വന്നിക്കണേ. അപ്പോൾ കുറച്ചൊരു വെള്ളക്കുറവ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അതിലേക്ക് കടുക് ഇറക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്.
അപ്പോൾ ഇതാ ഞാനത് ഒന്ന് വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിക്കണ്. അതൊന്ന് ചൂടായി വന്നപ്പോൾ ഒരു ടീസ്പൂണ് കടുകും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് ഉലുവയും പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും പിന്നെ ഉണക്കമുളകും കൂടി ഇട്ടിട്ടാണ് കേട്ടോ അത് കടുക് വറുക്കണത്. ആ ഒരു ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ചൊരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അതും റെഡി ആയിട്ടോ. ആ ഒരു സമയത്ത് തന്നെ ഞാൻ കറിയും കൂടി ഒന്ന് കടുവറുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു മുട്ടയും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പെരിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിക്കണേ. അതിലേക്ക് ഇതാ ഒരു വലിയ ഉള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിക്കണേ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇതാ ഞാനൊരു 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു എന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു പച്ചമുളകും ഉള്ളിയും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു പൊടികളൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളൊക്കെ വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇതാ ഞാൻ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മുട്ട തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിൻ്റെ അളവും കൂട്ടിയാൽ മതി. ഇനിയിപ്പോൾ ആ ഒരു മുട്ടയും ഉള്ളിയും അതെല്ലാതും കൂടി നല്ലോണം ഒന്ന് ചിക്കിയിട്ടെടുക്കാം. അപ്പോൾ പണ്ട് സ്കൂൾക്കൊക്കെ കൊണ്ടുവരുന്ന ഒരു സ്ഥിരം കൂട്ടാനായിരുന്നു കേട്ടോ ഈ ഒരു മുട്ട ചിക്കിയത്. നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഇതാ അതും റെഡി ആയിക്കണ്. ഇപ്പോൾ ആ ഒരു പാനിൽ തന്നെ ഞാൻ ഉണക്കലും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഉണക്കൽ പൊരിച്ച ആ ഒരു ഓയിലിൽ തന്നെ ഞാൻ കുറച്ച് കൊണ്ടട്ടമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഉണക്കലിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ. അങ്ങനെ അതും റെഡിയായി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൂട്ടാനും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കൂട്ടാനുകളൊക്കെ ഉണ്ടാകുമ്പോൾ ചോറ് തിന്നണതിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുക. മീനൊക്കെ ഉണ്ടാവണില്ലാറെ ഇങ്ങനത്തെ കൂട്ടാൻ ഉണ്ടാകുമ്പോൾ ചോറ് തിന്നാൽ എത്ര തിന്നാലും മതിയാവില്ല. ഉണക്കലും ചമ്മന്തിയും അതൊക്കെ വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഇതാ ഞാൻ ഡിഷ് വാഷറിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഇടാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിക്കണേ. പിന്നെ ഈ ഒരു ഡിഷ് വാഷർ ഫാബറിൻ്റെ ഡിഷ് വാഷറാണ് കേട്ടോ. ഇതിൽ നമുക്ക് സ്റ്റീൽ പാത്രമാണെങ്കിലും സെറാമിക് ആണെങ്കിലും മൺപാത്രങ്ങളാണെങ്കിലും അതൊക്കെ നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട് വെച്ചെടുക്കുക. പിന്നെ ലോക്കൽ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും അത് വെച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ചൂടുള്ള വെള്ളത്തിലാണ് ഇത് കഴുകുക. അപ്പോൾ അതങ്ങനെ ഉരുകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നോൺ സ്റ്റിക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിന്മേൽ ഡിഷ് വാഷർ സേഫ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെച്ചുകൊടുക്കാം. അത് നോക്കിയിട്ട് വേണം വെച്ചുകൊടുക്കാൻ. ബാക്കി എല്ലാ പാത്രങ്ങളും നമുക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാം കേട്ടോ. നല്ല ക്ലീൻ ആയിട്ട് തന്നെ വരും. അപ്പോൾ ഇനിയിപ്പോൾ ഡിഷ് വാഷറും കൂടി ഒന്ന് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പ് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ആദ്യം ഞാനൊരു സ്പോഞ്ച് വെച്ചിട്ട് ഡിഷ് വാഷ് ലിക്വിഡ് ആക്കിയിട്ട് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ക്രബിങ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു തുണി വെച്ചിട്ട് ഒരു 2 വട്ടം നല്ലോണം ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. അപ്പോൾ നല്ല ക്ലീൻ ആവും ഗ്യാസ് സ്റ്റോപ്പ്. ആ ഒരു ഓയിലും കാര്യങ്ങളും അതിൻ്റെ പാടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല.
അങ്ങനെ ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ആക്കി ഇട്ടിക്കണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ഒരു ഭാഗത്തുള്ള പ്ലാന്റ്സൊക്കെ ഒന്ന് ചീത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ കട്ടിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതൊന്ന് ഫില്ലാക്കിയിട്ട് വെച്ചുകൊടുത്തിക്കണ്. ഈ ഒരു പ്ലാന്റ്സ് ഞാൻ വെള്ളത്തിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.